കാസർഗോട്ടേക്ക് പോകാം. കാസർഗോഡ് നിന്നും AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് പലയിടത്തും തുടരുന്നത് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യങ്കോട്ടും പെടോതുരുത്തിയിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് AK അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. AK അഭിലാഷിന്റെ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ഇന്നലത്തേതിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നത്. ഇന്നലെ ഏതാണ്ട് 9 മണി മുതൽ 6 മണിക്കൂറോളമാണ് കനത്ത മഴ പെയ്തത്. അതിന് ഇന്നലെ ഓറഞ്ച് അലേർട്ടായിരുന്നു കാസർഗോഡ് ആദ്യം പ്രഖ്യാപിച്ചത്. പക്ഷേ ഉച്ചയോടുകൂടിയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. അതേസമയത്ത് ഇന്നലെ രാത്രി കർണാടകയുടെ വനമേഖലയിൽ വലിയ തരത്തിൽ മഴയുണ്ടാകുകയും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും ചെയ്തതോടുകൂടി നീലേശ്വരം ഭാഗത്തൂടെ ഒഴുകുന്ന തേജസ്വിനി പുഴയിലേക്ക് വലിയ തരത്തിലുള്ള നീരൊഴുക്കുണ്ടായി. ഇതോടെ പുഴ കരകവിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോടോത്തുരത്തി അടക്കമുള്ള ചാത്തമത്ത് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ വീടുകളിലേക്കൊക്കെ വലിയ തരത്തിൽ വെള്ളം കയറുകയും ഏതാണ്ട് 200ഓളം കുടുംബങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്തു. അതേസമയത്ത് ഈ കുടുംബങ്ങളെയൊക്കെ ബന്ധുവീടുകളിലേക്കൊക്കെയാണ് മാറ്റി പാർപ്പിച്ചത്. അതോടൊപ്പം തന്നെ ചാത്തമത്ത് ഒരു ക്യാമ്പ് നഗരസഭ തുറന്നിട്ടുണ്ട്. ഈ ക്യാമ്പിലേക്ക് 2 പേരെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ആളുകൾ ഈ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത നമ്മെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ TV ശാന്തയുടെ വീട്ടിലേക്ക് അതായത് പൊടത്തുരുത്തിയിലാണ് അവർ താമസിക്കുന്നത്. ആ വീട്ടിലേക്കും വെള്ളം കയറി. അതുകൊണ്ട് തന്നെ അവർ കൃത്യനിർവഹണത്തിന് വേണ്ടിയിട്ട് അവർ വന്നത് തോണിയിലാണ് എന്നുള്ളതാണ്. അവർ തോണിയിലെത്തിയാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ക്യാമ്പ് തുറക്കുന്ന ക്യാമ്പുകളിലേക്കൊക്കെ അവർ എത്തുകയും ചെയ്തത്. ഏതായാലും കാസർഗോഡ് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊരു അല്പം ആശ്വാസം പകരുന്നുണ്ട്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് എന്ന് വേണം പറയാൻ. സമയം അതായത് ഏത് സമയവും മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നീലേശ്വരത്ത് ഈ പുഴയുടെ ഭാഗത്തായി കെട്ടിയിരിക്കുന്ന ബണ്ട് നീക്കം ചെയ്യാത്തതോടെ തുടർന്ന് പല മേഖലയ്ക്ക് പുഴ വഴിമാറി ഒഴുകുകയും ഏതാണ്ട് കൃഷി ഭൂമിയിലേക്കൊക്കെ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് 20 സെൻറ്റോളം സ്ഥലം പുഴ കവർന്നെടുക്കുകയും അതോടൊപ്പം തന്നെ 15-20ഓളം തെങ്ങുകൾ കടപ്പുഴയ്ക്ക് വീഴുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഏതായാലും ഈ ബണ്ട് ഇപ്പോഴും പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ പുഴയുടെ മറുഭാഗത്തേക്ക് കൂടി ഇപ്പോൾ പുഴ വഴിമാറി ഒഴുകുന്നു എന്നുള്ളതാണ്. അതായത് കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം പോകുന്നു. ഏതായാലും ഇത് എത്രയും പെട്ടെന്ന് ബണ്ട് പൊളിച്ചു നീക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇന്നലെ ഇവിടെ ഒരു ക്രെയിനൊക്കെ കൊണ്ടുവന്ന് ഇത് പൊളിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും ക്രെയിൻ കേടാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ തരത്തിൽ വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നീലേശ്വരം പുഴയിൽ അടക്കമുണ്ടായിരിക്കുന്നത്. ജനങ്ങൾ വലിയ പ്രകോപിതരാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം തങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കൃത്യമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഇത് കരാറുകാരൻ്റെ കൃത്യവിലോപമാണ്. അവർക്ക് അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമാണ് ഏതായാലും നാട്ടുകാരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഏതായാലും കരാറുകാരനോട് നഗരസഭ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കവർന്നിരിക്കുന്ന കൃഷിഭൂമി നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ കെട്ടിക്കൊടുക്കണം, സ്വന്തം ചെലവിൽ കെട്ടിക്കൊടുക്കണം എന്നുള്ള ആവശ്യമാണ് നഗരസഭ കരാറുകാരനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കാസർഗോഡ് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് അല്പം ആശ്വാസകരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഏത് സമയത്തും മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക ഒഴിയുന്നില്ല. അതോടൊപ്പം തന്നെ കർണാടകയിലെ വനമേഖലയിലൊക്കെ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം തേജസ്വിനി പുഴയിലേക്കും മറ്റു പുഴകളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ രാത്രിയോട് കൂടി വലിയ തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കാര്യങ്ങൾ പോകും. ഏതായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്ന് വേണം പറയാം. തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാണ്. മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാണ് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.